ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ ഞാൻ വാങ്ങിച്ച ഒരു ക്യാമറയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. ഡിജി ഓസ്മോ ആക്ഷൻ 5 പ്രോ അഡ്വെഞ്ചറാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇന്ന് വന്നതാണ്. അപ്പോൾ തുറന്ന് നിങ്ങളെല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു ചെറിയ പാക്കറ്റിലാണ്, ഇങ്ങനത്തെ പാക്കറ്റിലാണ് വന്നത്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം എങ്ങനെയാണ് അതിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതേപോലെ 2 പാക്കറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല വെയിറ്റ്, ഇച്ചിരി വെയിറ്റ് ഉണ്ട്. എന്നാലും നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം എന്താണ് അതിനകത്തിരിക്കുന്നതെന്ന്. നല്ല പ്രൈസ് ഉണ്ട്, പക്ഷേ ചില സമയത്ത് ഓഫർ. ഞാൻ സൗദി അറേബ്യയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്, ന്യൂണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് തുറന്നു നോക്കാം. ഇതിൽ ബാറ്ററിയും USB കേബിളൊക്കെയാണ് ഇരിക്കുന്നത്. ഇത് ഇതിൻ്റെ മാഗ്നറ്റ് മൗണ്ടിങ് ആണ്. ഇത് നമുക്ക് ചാർജ് ചെയ്യാനുള്ള കേബിള്. ഇത് ബാറ്ററി, 3 ബാറ്ററി ഇതിനകത്തുണ്ട്. ബാറ്ററി കേസാണ്. അടുത്ത ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ 2 പാക്കറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഒരെണ്ണത്തിൽ നമ്മുടെ ക്യാമറയും അതിൻ്റെ കേസും കൂടെയാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ക്യാമറ. നോക്കാം കവർ പൊട്ടിച്ച് എങ്ങനെയുണ്ട്. നല്ല അടിപൊളി ക്യാമറയാണ്. ചെറിയ ലൈറ്റ് വെയ്റ്റും ഫ്രണ്ട്ലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ, നല്ല രസമുണ്ട്. ഇതിൻ്റെ ലെൻസ് ഇങ്ങനെ കവർ ചെയ്ത് മൂടി വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് എടുത്ത് കളയാം പിന്നീട്. ഇവിടെയാണ് ബാറ്ററി ഇടുന്നതെന്ന് തോന്നുന്നു. ഇത് ഊരുമ്പോൾ ഇവിടെ ബാറ്ററി ഇടാം. ഇതാണ് ബാറ്ററി ഇടുന്ന സ്ഥലം. ബാറ്ററിയും നമ്മുടെ മെമ്മറി കാർഡും അതിനകത്ത് ഇടാൻ പറ്റും. മെമ്മറി പോർട്ടും ഉണ്ട് അതിനകത്ത്. ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ചാർജ് ചെയ്യുന്ന ഒരു പോർട്ടാണുള്ളത്. ഇത് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാനും പറ്റും. ഇത് അടയ്ക്കുമ്പോൾ സൂക്ഷിച്ചടയ്ക്കണം. ചെറിയൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിലൊക്കെ വീണ് കഴിഞ്ഞാൽ മറ്റേ വാട്ടർ പ്രൂഫൊന്നും കിട്ടത്തില്ല. ഇത് വാട്ടർ പ്രൂഫ് ഉണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നും പറഞ്ഞ് നമ്മൾ വെള്ളത്തിലൊന്നും എടുത്തിട്ട് നോക്കണ്ട. കറക്റ്റായിട്ട് അടഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററിയുടെ കവർ, ബാറ്ററി കേസ്. ഇതിൽ 3 ബാറ്ററി ഉണ്ട്. തുറന്നു നോക്കാം. ഉണ്ടോ 3 ബാറ്ററി ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലൈറ്റും അതിൻ്റെ ഇൻഡിക്കേറ്ററും അങ്ങനെ ഉണ്ട്. ഇതിൽ ചാർജ് ഫുള്ളാകുമ്പോൾ അത് ഗ്രീൻ കത്തും. ഇപ്പം ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ യെല്ലോ കത്തി നിൽക്കുന്നത്. ഒട്ടും ഇല്ലെങ്കിൽ റെഡ് കത്തുമായിരിക്കും. നോക്കിയില്ല. ഇത് അതിൻ്റെ കേസാണ്, നമ്മുടെ ക്യാമറയുടെ കേസ്. ഇതിനകത്ത് 2 മൗണ്ടിങ്ങും ഒരു മൗണ്ടിങ് വെച്ചിട്ടുണ്ട്. നമ്മളെ ഈ ഹെൽമെറ്റിലൊക്കെ വയ്ക്കാനും, അതേപോലെ തന്നെ ഇതിൻ്റെ സ്ക്രൂവും
ഹെൽമെറ്റിലും അല്ലാതെ വേറെ എവിടെയെങ്കിലും വണ്ടികളിലൊക്കെ നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൗണ്ടിങ് ആണത്. ഇതാണ് അതിൻ്റെ കേസ്. ഇത് അതിൻ്റെ മേളിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ക്യാമറ അതിനകത്തോട്ട് ഇടണം. വലിയ ഉപയോഗമുള്ള സാധനം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാറ്ററി ഇടാൻ പറ്റത്തില്ല. ബാറ്ററി ഇടണമെങ്കിൽ ഇത് ഊരിയേ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. ഞാൻ ഇട്ട് നോക്കിയില്ല. ഇതാണ് അതിൻ്റെ മൗണ്ടിങ്. നമുക്ക് ഈ വണ്ടികളിലും അതേപോലെ തന്നെ ഹെൽമെറ്റിലൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡബിൾ ടേപ്പ് മൗണ്ടിങ് ആണത്. ഒട്ടിപ്പാവും. അതിൻ്റെ കൂടെ ഒരു വാഷറും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ആ ഹോളിലോട്ട് വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത്തിരി ടൈറ്റ് ആയിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. നല്ല ഫുൾ പാക്കിലാണ് വന്നിരിക്കുന്നത്. ഇതെന്താണെന്ന് നോക്കാം. ഇത് മാഗ്നറ്റിക് മൗണ്ടിങ് ആണ്. നമുക്ക് ഹാൻഡിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ക്യാമറയുടെ അടിഭാഗത്ത് മാഗ്നറ്റ് ഉണ്ട്. അതിൽ കണക്ട് ചെയ്യുമ്പോൾ പിടിക്കും. ഇത് അതിൽ ടൈറ്റ് ചെയ്യുന്ന സ്ക്രൂ ആണ്. 2 സ്ക്രൂ വന്നിട്ടുണ്ട്. ഇത് ചാർജ് ചെയ്യുന്ന കേബിൾ. ഇത്രയും സാധനങ്ങളാണ് വന്നിട്ടുള്ളത്. ഇനി ഒരു സാധനം കൂടെ ഉണ്ട്. നമ്മുടെ ഹാൻഡിൽ ബാർ. നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാറാണ് വന്നിരിക്കുന്നത്. ഇച്ചിരി വെയിറ്റ് ഒക്കെ ഉണ്ട്. ഇത് താഴ്ഭാഗത്ത് നമുക്കിങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് അല്ല. ഇത് ഇങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഏതാണ്ട് 1.5 മീറ്ററോളം എക്സ്റ്റെൻഡ് ആവും. ഇത് നമുക്കിങ്ങനെ നീട്ടി വയ്ക്കാം. ഒരു 1.5 മീറ്ററോളം നീട്ടി വയ്ക്കാം. താഴെ സ്റ്റാൻഡ് ചെയ്ത് വയ്ക്കുന്ന ഒരു സിസ്റ്റം ഇല്ല ഇത്. എന്നാലും കുഴപ്പമില്ല. ഇത്രയും സാധനങ്ങളാണ് ഈ ബോക്സിനകത്ത് വന്നിരിക്കുന്നത്. കോംബോ അഡ്വഞ്ചർ. എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. ഇനി നമുക്ക് വീഡിയോ ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു പരിധിയിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നതാണ് ഇങ്ങനെ എടുക്കാൻ പറ്റിയത്. താങ്ക് യു.